നമ്മൾ ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡ് ഫോണിൽ ഡെവലപ്പേഴ്സ് പുതിയ ഫീച്ചർ ബാക്ക്ഗ്രൗണ്ടിൽ ആഡ് ചെയ്യാറുണ്ട്. ഇത് സെറ്റിംഗ്സിന്റെ ഉള്ളിൽ ഡീപ്പായി ഹൈഡ് ചെയ്തിരിക്കും. പലർക്കും ഇതുപോലുള്ള ഒരു സെറ്റിംഗ്സ് മൊബൈലിൽ ഉണ്ടെന്ന് പോലും അറിയാൻ പറ്റില്ല. നമ്മൾ ഏത് വെബ്സൈറ്റ് കാണുന്നു, ഏത് ആപ്പ് ഉപയോഗിക്കുന്നു, എന്ത് സെർച്ച് ചെയ്യുന്നു, ഇതൊക്കെ കളക്ട് ചെയ്ത് ആഡ്സ് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അഥവാ ഇതൊരു ട്രാക്കിംഗ് ഫീച്ചറാണ്. ഇത് കാരണം നമ്മുടെ പ്രൈവസി കുറയും, ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റി കൂടും, ബാറ്ററി വേഗം ഡ്രെയിൻ ആവുകയും ചെയ്യും. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിൽ ഇപ്പോൾ തന്നെ ഓഫ് ചെയ്യേണ്ട ചില ഇമ്പോർട്ടന്റ് പ്രൈവസി സെറ്റിംഗ്സിനെ കുറിച്ചാണ്. ഇത് ചെയ്താൽ നമ്മളുടെ പ്രൈവസി വർദ്ധിക്കുകയും ചെയ്യും, കൂടാതെ നമ്മുടെ ആക്ടിവിറ്റി ട്രാക്ക് ചെയ്യുന്നതും നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ സെറ്റിംഗ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡ് ചെയ്താൽ കാണാം ഏതൊക്കെയാണ് ആ സെറ്റിംഗ്സ് എന്ന്. ആദ്യമായി നിങ്ങളുടെ ഗൂഗിൾ ക്രോം നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ശേഷം മുകളിൽ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. സെറ്റിംഗ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. പിന്നെ വരുന്ന ഇന്റർഫേസിൽ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നുള്ള ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക. ഈ ഇന്റർഫേസിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ആഡ് പ്രൈവസി എന്നുള്ളൊരു ഓപ്ഷൻ. ക്രോമിൽ പുതിയതായി വന്ന ഒരു ഫീച്ചറാണ് ആഡ് പ്രൈവസി. നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക. ഇതിൽ ആദ്യത്തെ ഓപ്ഷൻ ആഡ് ടോപ്പിക് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഈ സെറ്റിംഗ്സ് ഓൺ ആണെങ്കിൽ നിങ്ങൾ ഇന്റർനെറ്റിൽ എന്ത് കാണുന്നു എന്ന് ക്രോം അനലൈസ് ചെയ്യും. ഉദാഹരണത്തിന് നിങ്ങൾ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഷോപ്പിംഗ് സൈറ്റ് കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ട്രാവലിങ്ങിനെ കുറിച്ച് സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവയെല്ലാം ടോപ്പിക്കായി സേവ് ചെയ്യും. ശേഷം ഈ ഡാറ്റ വെബ്സൈറ്റിനും അഡ്വർടൈസർക്കും ഷെയർ ചെയ്യും. അതിനാൽ പ്രൈവസി വേണ്ടവർ ഇത് ഓഫ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഇത് ഇവിടെ നിന്ന് ഓഫ് ചെയ്യുന്നു. പിന്നെ നിങ്ങൾ ബാക്ക് പോവുക. ഇതിൽ രണ്ടാമത് കാണുന്നത് സൈറ്റ് സജസ്റ്റഡ് ആഡ്സ്. നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക. ഈ ഫീച്ചർ വെബ്സൈറ്റിനെ അനുവദിക്കുന്നത് നിങ്ങൾ ഏത് സൈറ്റിൽ എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നു, എന്ത് ക്ലിക്ക് ചെയ്യുന്നു, എന്ത് ടൈപ്പ് ചെയ്യുന്നു, ഇവ മോണിറ്റർ ചെയ്യാൻ ഇത് ഉപയോഗിക്കുന്നു. ഈ ഇൻഫർമേഷൻ ആഡ്സ് ഇംപ്രൂവ് ചെയ്യാനും ഉപയോഗിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇത് ഓഫ് ചെയ്ത് വെക്കുക. ശേഷം ബാക്ക് പോവുക. ഇനി അടുത്ത മൂന്നാമത്തെ ഓപ്ഷൻ ഇവിടെ കാണുന്നത് ആഡ്സ് മെഷർമെന്റ് എന്നുള്ളൊരു ഓപ്ഷൻ. നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക. നിങ്ങൾ ഒരു ആഡ് കണ്ട ശേഷം പ്രോഡക്റ്റ് വാങ്ങിയോ ഇല്ലയോ എന്ന് അഡ്വർടൈസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സെറ്റിംഗ്സ് ആണിത്. അഡ്വർടൈസർക്ക് ഫ്യൂച്ചറിൽ ആഡ്സ് ഒപ്റ്റിമൈസ് ചെയ്യാൻ ഈ ഡാറ്റ ഉപയോഗിക്കും. പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യാൻ ഇതുകൂടി നിങ്ങൾ ഓഫ് ചെയ്ത് വെക്കുക. ഇതിനുശേഷം നിങ്ങൾ ബാക്ക് പോയി ഹോം സ്ക്രീനിലേക്ക് പോവുക. ഇവിടെ നമ്മൾക്ക് ഫോൺ സെറ്റിംഗ്സിലേക്ക് പോകാം. നിങ്ങളുടെ ഫോണിലെ സെറ്റിംഗ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഇവിടെ സ്ക്രോൾ ചെയ്ത് താഴെ പോയി പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ചില മൊബൈലിൽ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്നുള്ളത് വേറെ വേറെ ഓപ്ഷൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പ്രൈവസി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാം പേഴ്സണലൈസ്ഡ് റെക്കമെൻഡേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ. ചില മൊബൈൽ സെറ്റിംഗ്സിൽ പേഴ്സണൽ ഡാറ്റ ഇന്റലിജൻസ് എന്ന ഓപ്ഷൻ ആയിരിക്കും ഉണ്ടാവുക. നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക. ഈ ഫീച്ചർ ആപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് അനലൈസ് ചെയ്ത് സജഷൻ നൽകാൻ ഉപയോഗിക്കുന്നു. കമ്പനി പറയുന്നത് ഡാറ്റ ഫോൺ വിട്ട് പോകില്ല എന്നാണ്. എങ്കിലും എക്സ്ട്രാ ട്രാക്കിംഗ് വേണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഓഫ് ചെയ്യുക. നമ്മൾ ഇത് ഇവിടെ നിന്ന് ഓഫ് ചെയ്യുന്നു. ശേഷം ബാക്ക് പോവുക. ബാക്ക് വന്നതിന് ശേഷം മുകളിൽ സെർച്ച് ബാർ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഇവിടെ സെൻഡ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ താഴെ സെൻഡ് യൂസേജ് ആൻഡ് ഡയഗ്നോസ്റ്റിക് ഇൻഫർമേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ വരും. മൊബൈൽ അനുസരിച്ച് വേർഡിൽ വ്യത്യാസം ഉണ്ടാകാം. ചില മൊബൈലിൽ സെൻഡ് ഡയഗ്നോസ്റ്റിക് ഡാറ്റ എന്ന് മാത്രമേ കാണാൻ പറ്റൂ. ശേഷം നിങ്ങൾ ഈ ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക. ഈ സെറ്റിംഗ്സ് ഓൺ ആണെങ്കിൽ ഫോൺ യൂസേജ് ഡാറ്റ ഡെവലപ്പേഴ്സിലേക്ക് ഓട്ടോമാറ്റിക്കലി അയക്കും. ഇത് ബാറ്ററിയും ഇന്റർനെറ്റ് ഡാറ്റയും ഉപയോഗിക്കും. അതുകൊണ്ട് ഇത് ഓഫ് ചെയ്യുന്നതാണ് നല്ലത്. ഇവിടെ നിന്ന് ഓഫ് ചെയ്യുന്നു. ശേഷം നമ്മൾ ബാക്ക് പോവുക. ഇപ്പോൾ സെറ്റിംഗ്സിന്റെ ഫസ്റ്റ് സ്ക്രീനിലേക്കാണ് നമ്മൾ വന്നത്. ഇവിടെ സ്ക്രോൾ ചെയ്ത് താഴെ പോയാൽ ഇവിടെ ഗൂഗിൾ എന്നുള്ളൊരു ഓപ്ഷൻ കാണും. നിങ്ങൾ ഇത് ഓപ്പൺ ചെയ്യുക. പിന്നെ വരുന്ന ഇന്റർഫേസിൽ ഓൾ സർവീസ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഇതിൽ സ്ക്രോൾ ചെയ്ത് താഴെ പോയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം യൂസേജ് ആൻഡ് ഡയഗ്നോസ്റ്റിക് എന്നുള്ളൊരു ഓപ്ഷൻ. അത് ഓപ്പൺ ചെയ്യുക. ഇത് ഗൂഗിളിലേക്ക് നമ്മൾ ഫോൺ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് റിപ്പോർട്ട് അയക്കും. ആപ്പ് ക്രാഷ്, യൂസേജ് പാറ്റേൺ, പെർഫോമൻസ് ഡാറ്റ എല്ലാം കളക്ട് ചെയ്യും. നിങ്ങളുടെ ഇന്റർനെറ്റ് ഡാറ്റയും ബാറ്ററിയും സേവ് ചെയ്യാൻ നിങ്ങൾ ഇത് ഓഫ് ചെയ്യുക. ശേഷം നിങ്ങൾ ബാക്ക് പോവുക. ഇവിടെ കുറച്ച് മുകളിലായിട്ട് പേഴ്സണലൈസ് യൂസിങ് ഷെയർഡ് ഡാറ്റ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക. ഇത് ഓൺ ആണെങ്കിൽ പല ഗൂഗിൾ ആപ്പും നമ്മളുടെ ആക്ടിവിറ്റി കോമ്പൈൻ ചെയ്ത് പേഴ്സണലൈസ് ആഡ്സ് കാണിക്കും. ട്രാക്കിംഗ് കുറയ്ക്കാൻ ഇവിടെയുള്ള ഓപ്ഷൻ എല്ലാം നിങ്ങൾ ഓഫ് ചെയ്യുക. ശേഷം ബാക്ക് പോവുക. പിന്നെ ഇതിന്റെ മുകളിൽ കാണുന്ന ആഡ്സ് ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സെക്ഷനിലേക്കാണ്. ഇവിടെ ആഡ് പ്രൈവസി എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് വീണ്ടും ആഡ് ടോപ്പിക്, ആപ്പ് സജസ്റ്റഡ്, ആഡ് മെഷർമെന്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും. ക്രോമിൽ ഈ സെറ്റിംഗ്സ് വെച്ച് വെബ്സൈറ്റ് ട്രാക്കിംഗ് ആണ് നടക്കുന്നത്. പക്ഷേ ഇവിടെ ആപ്പ് യൂസേജ് ട്രാക്കിംഗ് ആണ് നടക്കുന്നത്. നമ്മൾ ഏത് ആപ്പ് ഉപയോഗിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി ആഡ്സ് കാണിക്കാൻ ഈ ഡാറ്റ ഉപയോഗിക്കും. പ്രൈവസി വേണ്ടവർ ഇത് മൂന്നും നിങ്ങൾ ഓഫ് ചെയ്തു വെക്കുക.
ഇത് ഓഫ് ചെയ്താൽ ആപ്സ് യൂസേജ് അടിസ്ഥാനമാക്കി ആഡ്സ് കാണിക്കുന്നത് നമ്മൾക്ക് നിർത്താൻ വേണ്ടി പറ്റും. ശേഷം നിങ്ങൾ ബാക്ക് പോവുക. ഇനി നിങ്ങൾ ഇവിടെ കാണുന്നത് റീസെറ്റ് അഡ്വർടൈസിംഗ് ഐ ഡി, ഡിലീറ്റ് അഡ്വർടൈസിംഗ് ഐ ഡി. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് സെറ്റിംഗ്സ് ആണ്. ആൻഡ്രോയിഡ് ഫോണിൽ ഓരോ യൂസർക്കും ഒരു അഡ്വർടൈസിംഗ് ഐ ഡി ഉണ്ടാകും. അഡ്വർടൈസർ നമ്മളെ ഐഡന്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡിജിറ്റൽ ഐ ഡി ആണിത്. ഇതിൽ കാണുന്ന ഐ ഡി നിങ്ങൾ റീസെറ്റ് ചെയ്യുക. ആദ്യം റീസെറ്റ് അഡ്വർടൈസിംഗ് ഐ ഡി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം കൺഫേം ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ശേഷം ഡിലീറ്റ് അഡ്വർടൈസിംഗ് ഐ ഡി നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഡിലീറ്റ് അഡ്വർടൈസിംഗ് ഐ ഡി നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇത് ചെയ്താൽ ആപ്പിനും വെബ്സൈറ്റിനും നിങ്ങളെ ആഡ്സിന് വേണ്ടി ഈസിലി ട്രാക്ക് ചെയ്യാൻ കഴിയില്ല. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ക്രോം ട്രാക്കിംഗ് ഓഫ്, ഫോൺ ഡയഗ്നോസ്റ്റിക് ഡാറ്റ ഓഫ്, ഗൂഗിൾ ട്രാക്കിംഗ് ഓഫ്, ആഡ് പേഴ്സണലൈസേഷൻ ഓഫ്, അഡ്വർടൈസിംഗ് ഐ ഡി ഡിലീറ്റ്. ഇത് ചെയ്താൽ പ്രൈവസി ഇംപ്രൂവ് ചെയ്യും, ബാക്ക്ഗ്രൗണ്ട് ട്രാക്കിംഗ് കുറയും, ബാറ്ററി നിങ്ങൾക്ക് സേവ് ചെയ്യാനും വേണ്ടി പറ്റും. പ്രൈവസി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ഓഫ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.